മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗത്തിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം പരിഗണിക്കും. കോട്ടയം സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. 18 പേരെ അറസ്റ്റ് ചെയ്യരുതെന്നായിരുന്നു കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. ഷൈജു വിശദാംശങ്ങൾ നൽകും. ഷൈജു, വലിയ തോതിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന വിമർശന വിധേയമായ ഒരു പരാമർശം കൂടിയാണ് പി.സി. ജോർജിൻ്റേത്. ആ ഒരു സാമൂഹിക സാഹചര്യമൊക്കെ ഒരു പക്ഷേ കോടതി കണക്കിലെടുക്കുമായിരിക്കും. ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി പി.സി. ജോർജ് കോടതിയിലെത്തുമ്പോൾ എത്ര കണ്ട് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്? ഇന്ന് വരെ അറസ്റ്റ് നടപടികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഒഴിവാക്കുകയും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന കോട്ടയം സെഷൻസ് കോടതിയിലാണ് ഇന്ന് കേസ് പരിഗണിക്കുന്ന. 11 മണിയോടുകൂടി കേസ് പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം തന്നെ ആ കേസ് എടുക്കാനാണ് സാധ്യത എന്നാണ്. മജിസ്ട്രേറ്റിന് അവധിയാണ് എന്ന് ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കോടതി നടപടി എന്നത് സംബന്ധിച്ച് നമുക്കറിയില്ല. ഏതായാലും സൈഫ് സൂചിപ്പിച്ചതുപോലെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം ജനുവരി 5-ാം തീയതി ഒരു സ്വകാര്യ വാർത്താ ചാനലിൽ നടത്തിയ പരാമർശം, ആ പരാമർശം കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും എതിരെയും നടത്തിയ വർഗീയ പരാമർശമാണ് എന്ന് കാട്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സംഘടനകൾ നിരവധി പോലീസ് കേസുകൾ നൽകിയിട്ടും കേസെടുക്കാൻ മടിക്കുകയും പിന്നീട് കേസ് എടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ പി.സി. ജോർജ് നേരിട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ സെഷൻസിനെ സമീപിക്കുകയായിരുന്നു. സെഷൻസ് തള്ളിയാൽ അദ്ദേഹം മാത്രമായിരിക്കും മേൽക്കോടതിയിലേക്ക് പോവുക. ഏതായാലും അല്പസമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കും. കോടതി നടപടികൾ ആരംഭിച്ചാൽ മാത്രമാണ് അറിയാൻ കഴിയുക. ഇന്ന് ഈ കേസ് നൽകിയിരിക്കുന്ന ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ കേസ് നൽകിയ യൂത്ത് ലീഗ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇന്ന് കോടതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ കേസ് പരിഗണിക്കും. ഏതായാലും വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അത് അപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ നമ്മൾ ടെലിഫോണിലൊക്കെ ബന്ധപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തെ ലഭ്യമല്ല എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പി.സി. ജോർജ് അറസ്റ്റ് ഭയന്ന് മാറി നിൽക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കോടതി എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും പോലീസിന്റെ നീക്കം. തീർച്ചയായും പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ നിമിഷങ്ങളാണ് മുന്നിലുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ വേഗത്തിൽ തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി.സി. ജോർജിനെ ഫോൺ വിളിച്ചിട്ടും ആർക്കും കിട്ടുന്നില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഷൈജു പങ്കുവെക്കുന്നത്.